പ്രകൃതി അതിന്റെ വിസ്മയങ്ങൾ ഒളിപ്പിച്ചുവെച്ചിരിക്കുന്ന തായ്ലൻഡിലെ അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. ലോക് സഞ്ചാരികളുടെ സ്വപ്നഭൂമിയായ ഇവിടേക്കാണ് നമ്മൾ ഇന്ന് യാത്ര തിരിക്കുന്നത്. ആഴക്കടലിലെ നിഗൂഢതകൾ ഒളിപ്പിച്ച ഗുഹകളും തിരമാലകളുടെ താളത്തിനൊത്ത് ചലിക്കുന്ന അദ്ഭുത ദ്വീപുകളും കടന്നുപോകുന്ന ഈ സമുദ്രയാത്ര ഏതൊരു സഞ്ചാരിയുടെയും സ്വപ്നമാണ്. ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്കുള്ള ഈ യാത്രയുടെ പൂർണ്ണരൂപം നമുക്ക് കാണാം. വെൽക്കം ടു ദി ചാനൽ. ജെയിംസ് ബോണ്ട് ഐലൻഡ് യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ലഞ്ചും സ്നാക്സും ഡ്രിങ്ക്സുമെല്ലാം ഈ പാക്കേജിൽ ഉൾപ്പെട്ടതാണ്. ഈ കാണുന്ന സ്നാക്സ് എല്ലാം ടൂർ ബുക്ക് ചെയ്തവർക്ക് വേണ്ടി കരുതിയിട്ടുള്ളതാണ്. നമ്മുടെ പൂർണ്ണരൂപത്തിലുള്ള പേരും പാസ്പോർട്ട് നമ്പറും നൽകിയ ശേഷമാണ് ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത്. വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ എഴുതി നൽകണം. കാരണം കടലിൽ പ്രവേശിക്കുന്ന എല്ലാ സഞ്ചാരികളെയും അവർ ഇൻഷുർ ചെയ്യുന്നുണ്ട്. യാത്രയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ടൂർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ കൃത്യമായി വിശദീകരിച്ചു തരും. ചുറ്റിലും നിർത്തിയിട്ടിരിക്കുന്ന ഈ ബോട്ടുകൾ പല ടൂർ ഓപ്പറേറ്റർമാരുടേതാകാം. നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന ഈ കാഴ്ച ശരിക്കും മനോഹരമാണ്. തെളിഞ്ഞ നീലാകാശത്തിന് താഴെ ശാന്തമായി കിടക്കുന്ന ഈ കടൽ കണ്ടാൽ തന്നെ മനസ്സിന് ഒരു പ്രത്യേക ഉന്മേഷം തോന്നും. ഇതെല്ലാം കടന്ന് നമ്മുടെ ബോട്ടിലെത്തിയാൽ ഇഷ്ടമുള്ള സീറ്റുകളിൽ ഇരിക്കാം. ബോട്ടിൽ കയറിയ ശേഷം ഗൈഡ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ പ്ലാൻ, യാത്ര, ലഞ്ച്, ബോട്ടിലെ ലഘുഭക്ഷണങ്ങൾ, ടോയ്ലറ്റ് സൗകര്യം, സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം യാത്രക്കാർക്ക് വിശദമായി പറഞ്ഞു തരികയും ചെയ്യും. ഈ യാത്രയിലെ നമ്മുടെ പ്രഥമ ലക്ഷ്യസ്ഥാനം അതിമനോഹരമായ പനാക് ഐലൻഡാണ്. യാത്രാമധ്യേ ശ്രദ്ധേയമായ മറ്റൊരു കാഴ്ച, ബോട്ടിന് മുകളിൽ അസാമാന്യമായ ബാലൻസോടെ ഇരിക്കുന്ന ഈ ജീവനക്കാരനാണ്. സ്പീഡ് ബോട്ട് തിരമാലകളെ ഭേദിച്ച് അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോഴും യാതൊരു പ്രയാസവുമില്ലാതെ ഇത്രയും ഉയരത്തിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രാവീണ്യം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കടലിനെയും ഈ യാത്രകളെയും അത്രമേൽ അടുത്തറിയുന്ന ഇവർ ഓരോ സഞ്ചാരിയുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പ്രകൃതിയുടെ ഈ വന്യതയെ എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് നേരിടുന്നത് എന്നത് ആദരവോടെ മാത്രമേ കാണാൻ സാധിക്കൂ. അനന്തമായി പരന്നു കിടക്കുന്ന നീലക്കടലിന്റെ മധ്യത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. ദൂരെ ചക്രവാളത്തിൽ പച്ചപ്പണിഞ്ഞ മലനിരകളും വെളുത്ത മേഘങ്ങൾ നിറഞ്ഞ തെളിഞ്ഞ ആകാശവും ചേർന്നൊരുക്കുന്ന കാഴ്ചകൾ വർണ്ണനാതീതമാണ്. നമ്മുടെ യാത്ര തുടങ്ങി ഏകദേശം 15 മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ തന്നെ നമ്മൾ ആദ്യ ലക്ഷ്യസ്ഥാനമായ പനാക് ഐലൻഡിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ ദ്വീപിന്റെ പ്രവേശന കവാടത്തിൽ നിലവിൽ മറ്റു ബോട്ടുകൾ ഉള്ളതിനാൽ അവ മാറി നമുക്ക് പ്രവേശിക്കാനായി അല്പസമയം ഇവിടെ കാത്തുനിൽക്കേണ്ടതുണ്ട്. പനാക് ഐലൻഡിലെ സന്ദർശനത്തിനായി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് 15 മിനിറ്റുകൾ മാത്രമാണ്. ഈ പരിമിതമായ സമയത്തിനുള്ളിൽ വേണം ദ്വീപിന്റെ ഉള്ളിലെ വിസ്മയകരമായ കാഴ്ചകളും പ്രകൃതിഭംഗിയും നമുക്ക് കണ്ടുതീർക്കാൻ. പ്രവേശന കവാടത്തിലെ തിരക്ക് മാറി നമ്മുടെ ബോട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ എല്ലാവരും. നമ്മുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് നമ്മൾ പനാക് ഐലൻഡിലെ വിഖ്യാതമായ ഐസ്ക്രീം കേവിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഗുഹയുടെ ഉൾഭാഗം ഇരുട്ടിലായതിനാൽ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി എല്ലാവർക്കും ഹെൽമെറ്റുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പ്രകൃതിദത്തമായ പ്രകാശം വളരെ കുറവായ ഇവിടെ ടൂർ ഗൈഡുകൾ നൽകുന്ന ടോർച്ച് വെളിച്ചത്തിലാണ് ഈ ഗുഹയുടെ മനോഹരമായ ഉൾക്കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഉരുകി ഒലിച്ചിറങ്ങുന്ന ഐസ്ക്രീമിനോട് സാമ്യമുള്ള ഇവിടുത്തെ ചുണ്ണാമ്പുപാറകൾ പ്രകൃതിയുടെ ഒരു വലിയ അത്ഭുതം തന്നെയാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ ഈ വിസ്മയക്കാഴ്ചകൾ അടുത്തറിയാനായി സഞ്ചാരികൾ വലിയ താൽപര്യത്തോടെ ഗുഹയ്ക്കുള്ളിൽ നീങ്ങുന്നു. ഗുഹയുടെ പുറത്ത് കണ്ടതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് ഇതിനുള്ളിൽ കാത്തിരിക്കുന്നത്. ഓരോ ചുവടുവെക്കുമ്പോഴും പ്രകൃതിയുടെ വിസ്മയകരമായ ഈ ശില്പവേലകൾ നമ്മെ അമ്പരപ്പിക്കും. കാലങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഈ വിചിത്രമായ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ വെളിച്ചം വീഴുമ്പോൾ അവയ്ക്ക് ഒരു പ്രത്യേക തിളക്കമാണ്. മുകളിൽ നിന്നും താഴേക്ക് ഉരുകി വീഴുന്ന രൂപത്തിൽ നിൽക്കുന്ന വലിയ പാറത്തൂണുകൾ. ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്താണ് പ്രകൃതി ഈ വിസ്മയം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിക്ക് ഇത്രയധികം രൂപങ്ങൾ പാറകളിൽ കൊത്തിയെടുക്കാൻ കഴിയുമെന്ന് ഇവിടം കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകൂ. പനാക് ഐലൻഡിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് തലു ഐലൻഡിലാണ്. ഈ ടൂറിലെ ഏറ്റവും രസകരമായ ഭാഗം ഇവിടെയാണ് തുടങ്ങുന്നത്. ചുറ്റും കൂറ്റൻ ചുണ്ണാമ്പുപാറകളാൽ ചുറ്റപ്പെട്ട ഈ കടലിടുക്ക് കയാക്കിംഗിന് ലോക പ്രശസ്തമാണ്. നമ്മുടെ ഈ ടൂർ പാക്കേജിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ കയാക്കിംഗ്. ഇതിനായി നമ്മൾ പ്രത്യേകം പണമൊന്നും നൽകേണ്ടതില്ല. ഇവിടെ ഈ കാണുന്ന ചെറിയ ബോട്ടുകളെ ഇവർ ബനാന ബോട്ട് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ബോട്ടുമായി ഇതിന് വ്യത്യാസമുണ്ടെങ്കിലും ഇവിടുത്തെ ടൂർ സർവീസുകളിൽ കയാക്കിംഗിന് ഈ പേരാണ് ഉപയോഗിക്കുന്നത്. മനോഹരമായ പച്ചനിറത്തിലുള്ള വെള്ളത്തിലൂടെ ഈ ബനാന ബോട്ടുകളിൽ തുഴഞ്ഞു പോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലുള്ള ചെറിയ ഗുഹകളിലൂടെയും വിടവുകളിലൂടെയും ഈ ബോട്ടിൽ സഞ്ചരിക്കുന്നത് ശരിക്കും ഒരു അഡ്വഞ്ചറസ് ഫീലാണ്. പ്രകൃതി ഒരുക്കിയ ഈ അദ്ഭുത ലോകത്തിലൂടെ തിരക്കുകളൊന്നുമില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് മനസ്സിന് വലിയൊരു സമാധാനമാണ് നൽകുന്നത്. നമ്മുടെ ബോട്ട് പതുക്കെ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. ചുറ്റും നോക്കിയാൽ പ്രകൃതിയുടെ മറ്റൊരു വിസ്മയ ലോകമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആകാശമുട്ടെ നിൽക്കുന്ന ഈ കൂറ്റൻ ചുണ്ണാമ്പുപാറകൾക്ക് താഴെ ഓരോ പാറയുടെയും ആകൃതിയും അവയിൽ കാലങ്ങളായി വെള്ളം തട്ടി ഉണ്ടായ മാറ്റങ്ങളും നേരിട്ട് കാണുന്നത് വലിയൊരു അത്ഭുതമാണ്. പാറകളിൽ പറ്റിപ്പിടിച്ചു വളരുന്ന പച്ചപ്പും ദൂരെ കാണുന്ന മനോഹരമായ കടലിടുക്കുകളും ഈ യാത്രയെ കൂടുതൽ ശാന്തമാക്കുന്നു.
തിരമാലകളുടെ ബഹളങ്ങളില്ലാതെ തുഴച്ചിൽക്കാരന്റെ തുഴ വെള്ളത്തിൽ വീഴുന്ന ശബ്ദം മാത്രം കേട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്നത് വിവരിക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ സുന്ദരമായ കോണുകളിലൂടെയുള്ള യാത്ര ശരിക്കും മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ചുറ്റുമുള്ള ഈ കൂറ്റൻ മലനിരകൾക്കിടയിലൂടെയുള്ള നമ്മുടെ യാത്ര ശരിക്കും ഒരു സിനിമാറ്റിക് ഫീൽ ആണ് നൽകുന്നത്. നമ്മൾ എപ്പോഴും തിരക്കുകളിൽ പെട്ടുപോകുമ്പോൾ ഇതുപോലെയുള്ള ചില യാത്രകൾ മനസ്സിന് നൽകുന്ന ഊർജം വളരെ വലുതാണ്. ഈ നിമിഷങ്ങൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പ്രകൃതിക്ക് ഇത്രയും മനോഹരമായ ഒരു മുഖമുണ്ടെന്ന് ഇവിടം നമ്മളെ ഓരോ നിമിഷവും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി ഈ പാറകൾക്കിടയിലുള്ള ആ ചെറിയ ഗ്യാപ്പിലൂടെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. നല്ല ഇടുങ്ങിയ വഴിയാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തുനിന്ന് വരുന്ന ബോട്ടുകൾക്ക് വഴികൊടുത്ത് വേണം നമുക്ക് നീങ്ങാൻ. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മുകളിലെ പാറകൾ നമ്മുടെ തലയിൽ തട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. ഓരോ കോണിലും പുതിയ പുതിയ കാര്യങ്ങൾ കാണാനുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് ഇത്രയും മനോഹരമായ ഒരിടത്ത് നമ്മൾ ഇപ്പോൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. എല്ലാവരും ഈ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. വ്ലോഗിലൂടെ ഈ ഭംഗി എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നേരിട്ട് കാണുന്നത് ശരിക്കും സ്വപ്നതുല്യമായ ഒരനുഭവമാണ്. ഈ യാത്രയുടെ ചെലവിനെക്കുറിച്ച് ഇനി പറയാം. ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നാണ് ഈ ടൂർ പാക്കേജ് ബുക്ക് ചെയ്തത്. റേറ്റ് നോക്കുകയാണെങ്കിൽ മുതിർന്നവർക്ക് 1500 തായ് ബാത്ത് ആണ് ചാർജ് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 1100 തായ് ഭട്ട് നൽകിയാൽ മതി. ഇതൊരു ഫുൾ ഡേ ടൂർ പാക്കേജാണ്. രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ ടൂർ ഓപ്പറേറ്റർമാരുടെ വാൻ ഹോട്ടലിലെത്തി നമ്മളെ പിക്ക് ചെയ്യും. വൈകുന്നേരം ഏകദേശം 4:30 ആകുമ്പോഴേക്കും എല്ലാ കാഴ്ചകളും കണ്ട് നമ്മളെ തിരിച്ച് ഹോട്ടലിൽ തന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. ഈ പിക്ക് അപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം പാക്കേജിന്റെ ഭാഗമായി തികച്ചും സൗജന്യമാണ്. പ്രത്യേകിച്ചും നിങ്ങൾ പത്തോംഗ് പോലുള്ള പ്രധാന ടൂറിസ്റ്റ് ഏരിയകളിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ ഒട്ടുമിക്ക പാക്കേജുകളിലും ഈ സർവീസ് ഫ്രീ ആയി ലഭിക്കാറുണ്ട്. ഈ പാക്കേജിന്റെ ഭാഗമായി തന്നെ നമുക്ക് സ്നാക്സുകളും ബഫേ രീതിയിലുള്ള വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും ലഭിക്കും. അതുപോലെ സ്നോർക്കലിംഗിന് ആവശ്യമായ എക്യുപ്മെന്റുകൾക്കും നമ്മൾ വേറെ പണം നൽകേണ്ടതില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഒരിക്കൽ പാക്കേജ് ബുക്ക് ചെയ്താൽ പിന്നെ അധിക ചെലവുകളെക്കുറിച്ച് ആകുലപ്പെടാതെ നമുക്ക് ഈ യാത്ര പൂർണ്ണമായും ആസ്വദിക്കാം. കടലിന്റെയും മലനിരകളുടെയും ഈ സംഗമം നമ്മുടെ കണ്ണുകൾക്ക് വലിയൊരു വിരുന്നാണ് നൽകുന്നത്. സത്യം പറഞ്ഞാൽ ഈ കാഴ്ചകൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ വാക്കുകൾക്കും അപ്പുറമാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ ഫങ് എൻജിയെ ബേ നാഷണൽ പാർക്കിന്റെ ഹൃദയഭാഗത്താണ്. ഈ ഐലൻഡിനെ നമ്മൾ ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന് വിളിക്കുമെങ്കിലും ഇതിന്റെ യഥാർത്ഥ പേര് കൊ ഖാവ് ഫിങ് കെൻ എന്നാണ്. ഈ പേരിന്റെ അർത്ഥം തന്നെ പരസ്പരം ചാരി നിൽക്കുന്ന മലകൾ എന്നാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം തായ്ലൻഡ് ഗവൺമെന്റിന്റെ കർശന നിയന്ത്രണത്തിലുള്ള ഒരു നാഷണൽ പാർക്കിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രകൃതിയെ സംരക്ഷിക്കാൻ അധികൃതർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ദ്വീപിലെ ഏറ്റവും വലിയ അത്ഭുതം ഈ ചെരിഞ്ഞ പാറ തന്നെയാണ്. ഒരു ഭീമാകാരമായ മലപകുതിയായി മുറിഞ്ഞ് മറ്റൊന്നിനോട് ചേർന്ന് ചാരി നിൽക്കുന്നത് പോലെയാണ് ഇത് കാണുന്നത്. പ്രകൃതിയുടെ ഈ നിർമ്മിതി കാണുമ്പോൾ ശരിക്കും അതിശയിച്ചു പോകും. നൂറ്റാണ്ടുകളായി കാറ്റും മഴയും കൊണ്ട് രൂപപ്പെട്ട ഈ വിസ്മയം കാണാനാണ് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. ഈ പാറയ്ക്ക് താഴെ നിൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ആ ഗാംഭീര്യം ശരിക്കും അനുഭവിച്ചറിയാൻ സാധിക്കും. നാഷണൽ പാർക്കിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടുന്നതിനോ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനോ കർശന വിലക്കുണ്ട്. ഈ മനോഹരമായ കാഴ്ചകൾ വരും തലമുറയ്ക്കും കാണാനായി അവർ ഇത് അത്രയും ഭംഗിയായി സംരക്ഷിക്കുന്നു. ദ്വീപിന്റെ ഒരു വശത്ത് ധാരാളം ചെറിയ കടകളും മറ്റും നമുക്ക് കാണാം. അവിടെ നിന്ന് നാട്ടുകാർ നിർമ്മിച്ച കൗതുക വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. 1974 പുറത്തിറങ്ങിയ ദ മാൻ വിത്ത് ഗോൾഡൻ ഗൺ എന്ന ജെയിംസ് ബോണ്ട് സിനിമയിലൂടെയാണ് ഈ ദ്വീപ് ലോക പ്രശസ്തമായത്. ഇവിടുത്തെ ഭൂപ്രകൃതി ഒന്ന് നോക്കിയേ. ചുറ്റും പച്ചപ്പണിഞ്ഞ കൂറ്റൻ ചുണ്ണാമ്പുപാറകൾ കടലിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു ചന്തമാണ്. ഇതിൽ ഏറ്റവും ആകർഷകം കടലിന് നടുവിൽ ഒരു ആണി അടിച്ചുവെച്ചതുപോലെ നിൽക്കുന്ന ആ കൂറ്റൻ പാറയാണ്.
പ്രകൃതിയുടെ ഒരു വിസ്മയം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ജെയിംസ് ബോണ്ട് സിനിമകൾക്ക് ശേഷം ഇത്രയധികം പോപ്പുലർ ആയ ഈ സ്ഥലം അതിന്റെ സ്വാഭാവിക ഭംഗി ഒട്ടും കുറയാതെ ഇന്നും നിലനിൽക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരിടം തന്നെയാണ് ഈ ഫിൻകാൻ ദ്വീപ്. അപ്പോൾ ഈ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പതുക്കെ ഈ ദ്വീപിന്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് നീങ്ങാം. ദ്വീപിന്റെ തീരത്തോട് അടുക്കുമ്പോൾ കാണുന്ന ആ മരതകപ്പച്ച നിറത്തിലുള്ള വെള്ളവും പാറക്കെട്ടുകൾക്ക് താഴെയുള്ള ചെറിയ ഗുഹകളും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. വർഷം തോറും ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഈ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നത്. ഈ പാറക്കെട്ടുകൾക്ക് താഴെ നടക്കാനും ഫോട്ടോകൾ എടുക്കാനും നല്ല സൗകര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ജെയിംസ് ബോണ്ട് ഐലൻഡിലെ ഒരു ഫോട്ടോ സ്പോട്ടിലാണ്. ദൂരെ ആ കടലിന് നടുവിൽ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന കോ താബു കൃത്യമായി കാണാൻ പറ്റുന്ന ഇടമാണിത്. ഓരോ സഞ്ചാരിയും ഇവിടെ വന്നാൽ ആദ്യം ഓടിയെത്തുന്നത് ഈ ഒരു ഫ്രെയിമിൽ ഫോട്ടോ എടുക്കാനാണ്. ഈ പാറക്കെട്ടിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റുമുള്ള നാഷണൽ പാർക്കിന്റെ വിശാലമായ കാഴ്ച നമുക്ക് കാണാം. മരതകപ്പച്ച നിറത്തിലുള്ള ആ തെളിഞ്ഞ വെള്ളവും അതിന് പശ്ചാത്തലമായി നിൽക്കുന്ന പച്ചപ്പണിഞ്ഞ കൂറ്റൻ മലനിരകളും ഈ സ്പോട്ടിനെ ശരിക്കും മനസ്സിൽ നിന്ന് മായാത്ത ഒരു ദൃശ്യമായി മാറ്റുന്നു. ഈ കാണുന്ന കൂറ്റൻ പാറക്കെട്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി കാറ്റും കടൽക്ഷോഭവും ചേർന്ന് കൊത്തിയെടുത്ത പ്രകൃതിയുടെ അത്ഭുതങ്ങളാണ്. ഈ മലനിരകളുടെ താഴ്ഭാഗം കടലിലേക്ക് തള്ളി നിൽക്കുന്നതും അവിടെ രൂപപ്പെട്ടിട്ടുള്ള സ്വാഭാവിക ഗുഹകളും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ഗാംഭീര്യം നൽകുന്നു. ജെയിംസ് ബോണ്ട് ഐലൻഡ് സന്ദർശിക്കുന്നവർ ഈ ഭാഗം കൂടി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഏരിയ അവസാനിക്കുന്ന ഭാഗത്ത് സഞ്ചാരികൾക്കായി ടോയ്ലറ്റ് സൗകര്യവും ലഭ്യമാണ്. ഐലൻഡിലെ കാഴ്ചകൾക്കും ശേഷം നമ്മൾ ഇനി പോകുന്നത് ഉച്ചഭക്ഷണത്തിനായാണ്. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഫേമസ് ആയ പാനി ഐലൻഡിലാണ്. ഇതൊരു മുസ്ലിം ഫിഷിംഗ് വില്ലേജ് ആണ്. ഇതൊരു സാധാരണ ദ്വീപല്ല, കടലിന് നടുവിൽ പണിതിട്ടുള്ള ഒരു അദ്ഭുത ഗ്രാമമാണിത്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്തോനേഷ്യയിൽ നിന്നെത്തിയ മുസ്ലിം കുടുംബങ്ങളാണ് ഈ ഗ്രാമം സ്ഥാപിച്ചത്. ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വീടുകളും പള്ളിയും റെസ്റ്റോറന്റുകളുമെല്ലാം കടലിൽ തൂണുകൾ സ്ഥാപിച്ച് അതിനു മുകളിലായാണ് പണിതിരിക്കുന്നത് എന്നതാണ്. കടലിനു മുകളിൽ ഒഴുകി നടക്കുന്നത് പോലെ തോന്നിക്കുന്ന ഈ ഗ്രാമം ശരിക്കും ഒരു വിസ്മയം തന്നെയാണ്. ഇവിടെ നമുക്കായി ബഫേ രീതിയിലുള്ള വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത്. നല്ല തായ് ശൈലിയിലുള്ള സീഫുഡ് വിഭവങ്ങളും ഇന്ത്യൻ, കോണ്ടിനെന്റൽ എന്നിങ്ങനെ പലതരത്തിലുള്ള വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഇവിടെ ലഞ്ചിനായി അനുവദിച്ചിരിക്കുന്നത് 1 മണിക്കൂർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ വീഡിയോസ് അധികം എടുക്കാൻ എനിക്ക് സാധിച്ചില്ല. എങ്കിലും ഒരു കാര്യം എടുത്തു പറയണം, ഇവിടെ വിഭവങ്ങൾ ഒരുപാടുണ്ട്. നല്ല വൈവിധ്യമാർന്ന ഭക്ഷണമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ബോട്ട് എടുക്കാൻ ഇനിയും കുറച്ച് മിനിറ്റുകൾ കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് ഈ ഗ്രാമത്തിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ ബോട്ടിന്റെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ഈ ബോട്ടിന്റെ മുൻവശത്ത് നിന്ന് നോക്കുമ്പോൾ ഓരോ വീടുകളും കടലിൽ തൂണുകൾ അടിച്ച് നിരനിരയായി നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു ചന്തമാണ്. ശരിക്കും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു അപൂർവ ബന്ധമാണ് ഈ ഗ്രാമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ശാന്തമായ അന്തരീക്ഷവും കടലിലെ ഓളങ്ങളും ഒക്കെ ചേർന്ന് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ഇവിടെ നൽകുന്നത്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങോട്ടേക്ക് വന്നവർ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കണ്ടെത്തിയതും അവിടെ ഇങ്ങനെ ഒരു അദ്ഭുത ലോകം പടുത്തുയർത്തിയതും ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. പാനി ഐലൻഡിന്റെയും അവിടുത്തെ സ്നേഹമുള്ള മനുഷ്യരുടെയും ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാം. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്രയുടെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ നാക്കായെ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഏകദേശം 1 മണിക്കൂർ സമയമാണ് ചിലവഴിക്കാൻ കിട്ടിയിരിക്കുന്നത്. കരയിൽ ധാരാളം കാറ്റാടി മരങ്ങളും തണലുള്ള ഇടങ്ങളും ഉള്ളതുകൊണ്ട് വെയിൽ അധികം ഏൽക്കാതെ നമുക്ക് ബീച്ചിലിരുന്ന് വിശ്രമിക്കാം. ഈ ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വെള്ളത്തിലെ ക്രിസ്റ്റൽ ക്ലിയർ ലുക്ക് ആണ്. അതുകൊണ്ട് തന്നെ സ്വിമ്മിങ്ങിനും വാട്ടർ സ്പോർട്സിനും ഇത് പറ്റിയ ഇടമാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇവിടെ നീന്തി തുടിക്കാനും വെള്ളത്തിൽ കളിക്കാനും സാധിക്കും. യാത്രക്കാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ലഭ്യമാണ്. ബീച്ചിന് അഭിമുഖമായി ഇരിക്കാൻ ധാരാളം കസേരകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. സാധാരണയായി ഈ കസേരകൾ ഉപയോഗിക്കാൻ റെന്റ് നൽകേണ്ടതുണ്ട്. എന്നാൽ ആ കസേരകൾക്ക് പിന്നിലുള്ള ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ കസേരകളിൽ നിങ്ങൾക്ക് സൗജന്യമായി ഇരിക്കാൻ സാധിക്കും. അങ്ങനെ കടൽക്കാറ്റും കൊണ്ട് ആ കടൽത്തീരത്തിന്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇവിടെ റിലാക്സ് ചെയ്യാം. വൈകുന്നേരത്തെ ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ തെളിഞ്ഞ വെള്ളത്തിൽ നീരാടിയും തീരത്തിരുന്ന് കാഴ്ചകൾ കണ്ടും സമയം പോകുന്നത് അറിയില്ല. നമ്മുടെ ജെയിംസ് ബോണ്ട് ഐലൻഡ് ട്രിപ്പ് അവസാനിപ്പിക്കാൻ ഇതിലും മികച്ചൊരു സ്ഥലം വേറെയില്ല. നമ്മുടെ ഇന്നത്തെ പകൽ മുഴുവൻ നീണ്ടുനിന്ന ജെയിംസ് ബോണ്ട് ഐലൻഡ് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും രാവിലെ യാത്ര തുടങ്ങിയ അതേ സ്ഥലത്തേക്ക് സ്പീഡ് ബോട്ടിൽ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിലെ എല്ലാവരും അല്പം ക്ഷീണിതരാണെങ്കിലും കണ്ട കാഴ്ചകളുടെയും കിട്ടിയ അനുഭവങ്ങളുടെയും സന്തോഷം എല്ലാവരുടെ മുഖത്തുമുണ്ട്. കടലിലെ തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് അതിവേഗത്തിൽ പോകുന്ന ഈ സ്പീഡ് ബോട്ട് യാത്ര ശരിക്കും ആവേശകരമാണ്. വൈകുന്നേരത്തെ ആ ഇളം കാറ്റും കൊണ്ട് അസ്തമയ സൂര്യന്റെ പ്രഭയിൽ തിളങ്ങുന്ന കടൽ കണ്ടുകൊണ്ടുള്ള ഈ മടക്കയാത്ര നമ്മുടെ ഈ ട്രിപ്പിന് ഒരു മനോഹരമായ ക്ലൈമാക്സ് നൽകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. കൂടുതൽ മനോഹരമായ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.